ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ജൂൺ മാസം 17-ാം തീയതിയാണ്. ബലിപെരുന്നാളായിരുന്നു. എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. അപ്പം ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും അതുകൂടാതെ ഈ ഒരാഴ്ചയിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും, അതായത് ജൂൺ മാസം 21-ാം തീയതി വരെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു 3 സിനിമകളുടെ അപ്ഡേറ്റുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും സീരീസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു കൊറിയൻ മൂവിയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് റിലീസ് ചെയ്തതായിട്ട് ഒരു സീരീസ് മാത്രമേ ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളൂ. ഒരു ഫാൻറ്റസി ഡ്രാമ ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്നൊരു ഇംഗ്ലീഷ് സീരീസാണ്. ഹൗസ് ഓഫ് ദ ഡ്രാഗൺ എന്നാണ് സീരീസിൻ്റെ പേര്. 2ാമത്തെ സീസണാണ് ഈ ഒരു സീരീസിൻ്റെ. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ബംഗാളി, മറാഠി ഭാഷകളായിട്ട് ജിയോ സിനിമ വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഇനി നമുക്ക് ഈ ഒറ്റ സീരീസ് മാത്രമേ ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ഒരാഴ്ചയിൽ റിലീസ് ചെയ്യാൻ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ മഹാരാജ് എന്ന് പറഞ്ഞ സിനിമയാണ്. ജൂൺ മാസം 14-ാം തീയതി റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞ സിനിമയായിരുന്നു ഈ ഒരു സിനിമ. അമീർ ഖാന്റെ മകൻ ജുനൈദ് ഖാൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. അപ്പോൾ 14-ാം തീയതി ഈ സിനിമ റിലീസ് ചെയ്തില്ല. മതവികാരം വ്രണപ്പെടുത്തുന്നൊക്കെ പറഞ്ഞ് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കോർട്ട് ഈ സിനിമയുടെ റിലീസ് മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ ഇപ്പോൾ പുതിയ ഡേറ്റ് കാര്യങ്ങളൊന്നും ഒഫീഷ്യലി പുറത്ത് വന്നിട്ടില്ല. ഇപ്പോൾ ഈ ഒരു സിനിമ 19-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് പുറത്ത് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ് കൊട്ട ഫാക്ടറി. സീസൺ 3 ആണ് സീരീസിന്റെ പേര് വരുന്നത്. കൊട്ട ഫാക്ടറി എന്നാണ്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് ജൂൺ മാസം 20-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു തമിഴ് ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സുന്ദർ സി സംവിധാനം ചെയ്ത സുന്ദർ സി, അതുപോലെ തന്നെ തമന്ന, റാഷി ഖന്ന എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു അരൺമനെ 4 എന്ന് പറഞ്ഞ സിനിമ. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി, കൂടാതെ സിംപ്ലി സൗത്തിൽ, ഈ 2 OTT പ്ലാറ്റ്ഫോമുകളായിട്ട് ജൂൺ മാസം 21-ാം തീയതി വെള്ളിയാഴ്ച ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. ബാഡ് കോപ്പ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. അനുരാഗ് കശ്യപൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസാണ്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സീരീസ് ജൂൺ മാസം 21-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് ഹിന്ദി ഭാഷ കൂടാതെ മറ്റു ഭാഷകളിൽ അവൈലബിൾ ആകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തൊരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇറ്റാലിയൻ മൂവിയാണ്. ലാസ്റ്റ് നൈറ്റ് ഓഫ് അമോർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇറ്റാലിയൻ ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ജൂൺ മാസം 21-ാം തീയതിയാണ്. അടുത്തത് മലയാളത്തിലുള്ള ഒരു സിനിമയാണ്. ടൊവിനോ തോമസ്, ഭാവന എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്റർ ഒരു വൻ പരാജയമായി മാറിയ സിനിമയായിരുന്നു നടികർ എന്ന് പറഞ്ഞ സിനിമ. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു സിനിമ എന്ന് റിലീസ് ചെയ്യുന്ന നോക്കിയാൽ ജൂൺ മാസം 21-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ട്രിഗർ വാർണിംഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ ജൂൺ മാസം 21-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവും എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റു ഭാഷയിൽ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തത് നമ്മുടെ പൃഥ്വിരാജ്, ബേസിൽ ജോസഫ് എന്നിവർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്ററിൽ വൻ വിജയമായി മാറിയ ഗുരുവായൂർ അമ്പൽ നടയിൽ നടന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ 30 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. തിയേറ്റർ റിലീസ് ചെയ്തതിനു ശേഷം ആമസോൺ പ്രൈമിൽ 30 ദിവസത്തിന് ശേഷം റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആമസോൺ പ്രൈമിൽ 21-ാം തീയതി ഈ സിനിമയുടെ OTT റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് മലയാളം ഭാഷ കൂടാതെ മറ്റു ഭാഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സിംപ്ലി സൗത്തിൽ ഒരു കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഒഫീഷ്യലി പോസ്റ്റർ അല്ല വന്നിട്ടുള്ളത്. എന്തായാലും സിംപ്ലി സൗത്തിലും ഈ സിനിമയുടെ OTT റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത നമ്മുടെ വിജയ്, തൃഷ, പ്രകാശ് രാജ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് വിജയുടെ എക്കാലത്തെയും മികച്ച വിജയങ്ങളിലൊന്നായ ഗില്ലി എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമ റീമാസ്റ്റർ പ്രിന്റ് ഇതിനു മുമ്പേ തന്നെ തിയേറ്റർ റിലീസ് ചെയ്ത് നല്ലൊരു കളക്ഷൻ നേടിയിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമ OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. സിംപ്ലി സൗത്ത് വഴിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ജൂൺ മാസം 21-ാം തീയതിയാണ് ഗില്ലി എന്ന സിനിമ OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ്
ഈ ഒരാഴ്ചകളിൽ ഇനി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഒഫീഷ്യലായിട്ട് പുറത്തു വന്ന സിനിമകളും സീരീസുകളൊക്കെയാണ്. അപ്പോൾ ഇനിയും വേറെയും സിനിമകൾ വരാൻ ചാൻസ് ഉണ്ട്. ഇനിയും അപ്ഡേറ്റുകൾ വരാം. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇനിയും അപ്ഡേറ്റുകൾ വരാം. ഏതൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇതൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ ബാഹുബലി ദ ക്രൗൺ ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞ സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡ് 21-ാം തീയതി റിലീസ് ചെയ്യുന്നതായിരിക്കും Disney+ ഹോട്ട്സ്റ്റാർ വഴി. ഓക്കെ, അപ്പോൾ അടുത്തത് ഇനി നമുക്ക് 3 സിനിമകളുടെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന 3 മലയാള സിനിമകളുടെ അപ്ഡേറ്റുകളാണ്. അതിലൊന്നാമത്തത് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയാണ്. നമ്മുടെ നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ, അനശ്വര രാജ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തിയേറ്ററിൽ വൻ പരാജയം നേരിട്ട സിനിമയായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമ. സോണി ലീവാണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമ എന്ന് റിലീസ് ചെയ്യുന്നുള്ള പലരും കമന്റ് ബോക്സ് ചോദിക്കാറുണ്ട്. പക്ഷേ ഒഫീഷ്യൽ ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും ജൂലൈ മാസത്തിൽ റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റ് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ജൂലൈ മാസത്തിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. മൾട്ടിപ്പിൾ ലാംഗ്വേജിലായിരിക്കും ഈ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. അടുത്തത് അൽത്താഫ്, അതുപോലെ തന്നെ അനാർക്കലി മരിക്കാർ എന്നിവർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു മന്ദാകിനി എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിരിക്കുന്നത്. കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കമ്മിങ് സൂൺ പോസ്റ്റർ പറഞ്ഞാൽ ഇപ്പം കമ്മിങ് സൂൺ ആണ് ഈ ഒരു സിനിമ. ഇന്ന് റിലീസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. ജൂലൈയിൽ ആണ് ഈ ഒരു സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഈ സിനിമ തിയേറ്ററിൽ പരാജയമാണോ വിജയമാണോ എന്നുള്ള കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഈ സിനിമ 20 കോടി ബജറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ സിനിമയ്ക്ക്, മന്ദാകിനിക്ക്. പക്ഷേ 20 കോടി ബജറ്റുള്ള സംഭവമൊന്നും ഈ സിനിമയിൽ ഇല്ല എന്നുള്ളതാണ്. എന്തായാലും ഒരു 5 കോടി ബജറ്റൊക്കെ ഈ സിനിമയിൽ ഉള്ളൂ എന്നുള്ളത് ആണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും അറിവോ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. മന്ദാകിനി വിജയമാണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മുടെ പിന്നെ ഇന്ദ്രജിത്ത് പ്രധാന വേഷം കൈകാര്യം ചെയ്ത മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. ഈ സിനിമ പിന്നെ മനോരമ മാക്സ്, ഈ സിനിമയുടെ OTT മനോരമ മാക്സ് സ്വന്തമാക്കിയുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒരു അൺഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ്. എന്തായാലും റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ മാസം തന്നെ ജൂലൈ മാസത്തിൽ നമുക്ക് ഈ സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. തിയേറ്ററിൽ ഒരു വൻ പരാജയം നേരിട്ട സിനിമയാണ് മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞ സിനിമ. ഓക്കെ, അപ്പോൾ ഇത്ര റിലീസുകളാണ്. ഈ 3 സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും റൂമറുകളൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോയിൽ ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ സീരീസുകൾക്കാണ്, ഏതൊക്കെ നിങ്ങൾ എന്താ പറയുക കണ്ടു, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.